അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ മാസം 25-ാം തീയതി തിരൂരങ്ങാടിയിലെ പടിക്കലിൽ നിന്നും കാണാതായ ഷെഫീറിനെയും മെഹറിനെയും ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഷെഫീറിൻ്റെ ഭാര്യയായ സൽമയുടെ വീട്ടിൽ ചെന്നുകൊണ്ടാണ് ഷെഫീർ കുഞ്ഞിനെയും എടുത്ത് കടന്നു കളഞ്ഞത്. കുഞ്ഞിനെ കൊണ്ടുപോകുന്നതിന് മുൻപായി കുഞ്ഞിനെ ഒരുക്കി നിർത്താനും അതുപോലെ സ്വർണമെല്ലാം ഇടിയിപ്പിച്ച് നിർത്താനുമൊക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് പോകുന്നു എന്നാണ് അവരോട് ധരിപ്പിച്ചിരുന്നത്. പക്ഷേ കുഞ്ഞിനന്ന് നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനും കൂടി വരാമെന്ന് സൽമ നിർബന്ധിച്ചെങ്കിലും അതിന് കൂട്ടാക്കാതെയാണ് ഷെഫീർ കടന്നു കളഞ്ഞത്. പിന്നീട് കൊണ്ടോട്ടിയിലെ കൈരളി ലോഡ്ജിലും രാമനാട്ടുകറിൽ നിന്ന് ബസ് കയറുന്നതും പിന്നീട് പഴയങ്ങാടിയിൽ ബസ് ഇറങ്ങുന്നതുമൊക്കെ നമ്മൾ CCTV വഴി കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും പിന്നീട് എങ്ങോട്ട് പോയി എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ ഒരു ഐഡിയയും കിട്ടിയിരുന്നില്ല. ഷെഫീറിൻ്റെ കൂടെ ഒരു ബംഗാളി യുവതിയായ സഞ്ജിത ചാറ്റർജിയും അവരുടെ മകനും ഉണ്ടായിരുന്നു. പിന്നീട് ഷെഫീറിൻ്റെ കുടുംബം പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുകയും പോലീസിൻ്റെ അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലം MLA ആയ അബ്ദുൽ ഹമീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി SBക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കേസിന് തുമ്മുണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേരളത്തിൽ നിന്നും പോലീസ് ബംഗാളിയിൽ എത്തിയിരിക്കുകയാണ്. സഞ്ജിത ചാറ്റർജിയുടെ വീട് കണ്ടുപിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ഷെഫീറിനെ കണ്ടെത്തും എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, മെഹറിനും ഷെഫീറും പോയതിന് ശേഷം അവരുടെ വീട്ടിൽ ഒരു മരണതുല്യമായ അവസ്ഥയിലാണുള്ളത്. ഉമ്മയായ ഫാത്തിമയും വാപ്പയായ ഹസൈനാരും ഒക്കെ തന്നെ വളരെ അങ്ങേയറ്റം വിഷമത്തിലും സങ്കടത്തിലും അവശതയിലുമാണുള്ളത്. കൂടാതെ ഷെഫീറിൻ്റെ ഭാര്യയായ സൽമ വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ആണ് ഉള്ളതെന്ന് നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇടുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും പ്രാർത്ഥനയും. അതുതന്നെ സംഭവിക്കട്ടെ എത്രയും പെട്ടെന്ന്, അധികം വൈകാതെ തന്നെ നല്ലൊരു സന്തോഷ വാർത്ത നമുക്കെല്ലാവരുടെയും ചെവിയിലേക്ക് എത്തട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ്.